നമസ്കാരം. നിയുക്ത അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഹോട്ടലിന് മുന്നിൽ പൊട്ടിത്തെറിച്ച് ടെസ്ല ട്രക്ക് ഓടിച്ചിരുന്നതിന് അമേരിക്കൻ സൈനികനായിരുന്നു. ട്രക്ക് പൊട്ടിത്തെറിക്കും മുമ്പ് ഇയാൾ സ്വയം നിറയൊഴിച്ചിരുന്നു എന്നാണ് അന്വേഷണ സംഘം ഇപ്പോൾ വിശദമാക്കുന്നത്. ബുധനാഴ്ചയായിരുന്നു പൊട്ടിത്തെറി നടന്നത്. നിലവിൽ US സൈന്യത്തിലെ ഗ്രീൻ ബെരറ്റിന്റെ ഭാഗമായ മാത്യു അലൻ ലിവൽസ്ബർഗ് എന്ന ഉദ്യോഗസ്ഥനായിരുന്നു ടെസ്ലയുടെ സൈബർ ട്രക്കുമായി ട്രംപ് ഇന്റർനാഷണൽ ഹോട്ടലിൽ എത്തിയത്. മാസ്റ്റർ സർജന്റ് പദവിയിലാണ് ഇയാൾ ഉള്ളത്. ജർമ്മനിയിൽ സ്പെഷ്യൽ ഗ്രൂപ്പിൽ നിയമിതനായ ഇയാൾ സ്ഫോടനം നടക്കുന്ന സമയത്ത് ലീവിലായിരുന്നു എന്നാണ് പുറത്തുവരുന്ന വിവരം. അമേരിക്കൻ സൈന്യത്തിലെ പ്രത്യേക വിഭാഗമാണ് ഗ്രീൻ ബെരറ്റ്സ്. വിദേശ രാജ്യങ്ങളിൽ ഗറില്ല യുദ്ധമുറകളും പരമ്പരാഗതമല്ലാത്ത ടെക്നിക്കുകളും പ്രയോഗിക്കുന്ന ഉന്നത വിഭാഗം സൈനികരാണ് ഇവർ. സ്ഫോടനം നടക്കുന്നതിന് പിന്നാലെ തന്നെ ഇയാൾ സ്വയം വെടിയുതിർത്ത് മരിക്കുകയായിരുന്നു. എന്നാൽ സംഭവത്തിൽ കാറിനുള്ളിൽ ഉണ്ടായിരുന്ന ആൾ ഉദ്യോഗസ്ഥൻ തന്നെയാണ് എന്ന് ഔദ്യോഗിക പരിശോധനയ്ക്ക് ശേഷം മാത്രമാകും സ്ഥിരീകരിക്കുക എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത്. തിരിച്ചറിയാനാവാത്ത രീതിയിൽ കത്തിക്കരിഞ്ഞ നിലയിലാണ് സൈബർ ട്രക്കിൽ നിന്ന് മൃതദേഹം കണ്ടെത്തിയത്. എന്നാൽ ട്രംപ് ഹോട്ടലിന് മുന്നിൽ ഇലോൺ മസ്കിന്റെ ടെസ്ലയുടെ അഭിമാന കാറുമായി എത്തി സ്ഫോടനം നടത്തിയ വ്യക്തിയുടെ പ്രേരണ എന്താണ് എന്ന് ഇനിയും വ്യക്തമായിട്ടില്ല. ഏതെങ്കിലും ഭീകരവാദ സംഘടനകളുമായി സംഭവത്തിന് ബന്ധമുള്ളതായി സംശയിക്കത്തക്ക വിധമുള്ള സൂചനകൾ നിലവിൽ ലഭ്യമായിട്ടില്ല എന്നാണ് അന്വേഷണ ഉദ്യോഗസ്ഥർ വിശദമാക്കുന്നത്. ലാസ് വേഗസിലുണ്ടായത് ഒറ്റപ്പെട്ട സംഭവമാണ് എന്ന വിലയിരുത്തലിലാണ് അന്വേഷണ സംഘം.